എന്താണ് ഗൂഗിൾ അലേർട്സ്, എങ്ങനെ ഗൂഗിൾ അലേർട്സ് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയലാണ് ഹൗ ടു മേക്ക് ഗൂഗിൾ അലേർട്ട് യൂസ്ഫുൾ എന്ന ഈ വീഡിയോ. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് നമുക്കറിയാനും മനസ്സിലാക്കാനും താല്പര്യമുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏത് മേഖലയായിക്കോട്ടെ, അതിൽ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിരിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഗൂഗിൾ അലേർട്സ് എന്ന വെബ്സൈറ്റ്. ഇനി നമുക്ക് എന്താണ് ഗൂഗിൾ അലേർട്സ് എന്ന് നോക്കാം. ഗൂഗിൾ നമുക്ക് ഫ്രീ ആയി തരുന്ന ഒരു സർവീസാണ് ഗൂഗിൾ അലേർട്സ്. ഗൂഗിൾ അലേർട്ട് ഫംഗ്ഷൻ എന്നത് നമുക്ക് താല്പര്യമുള്ളതോ എന്നും മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ കാര്യങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റഡ് റിസൾട്ട് അപ്പോൾ തന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് അലേർട്ട് അയക്കുന്ന ഒരു സർവീസാണ് ഗൂഗിൾ അലേർട്ട് എന്നത്. ഇനി നമുക്ക് ഈ വെബ്സൈറ്റിനെ ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാം. അതിന് ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ ഗൂഗിൾ അലേർട്സ് എന്ന് ടൈപ്പ് ചെയ്യുക. സെർച്ച് റിസൾട്ടിൽ ഏറ്റവും ആദ്യം തന്നെ കാണുന്നത് ഗൂഗിൾ അലേർട്സ് എന്ന വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമുക്കിനി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് ഓപ്പൺ ആവുക. ഇവിടെ നമുക്ക് ഒരു സെർച്ച് ബാർ കാണാം. അവിടെ നമുക്ക് അലേർട്ട് സെറ്റ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് എങ്ങനെ ഒരു അലേർട്ട് സെർച്ച് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ന്യൂ സ്മാർട്ട് ഫോൺ അണ്ടർ 20,000 എന്നാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കും. ഈ ഒരു ടോപ്പിക് മാത്രമല്ല, നമുക്ക് ഇതുപോലെ റിലേറ്റഡ് ആയ ടെക്നോളജി, ഫിനാൻസ്, ഷെയർ മാർക്കറ്റ്, കാർ റിലേറ്റഡ് ആയ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസും അലേർട്ട് സെറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനിങ്ങും ഇതിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ അലേർട്ട് സെറ്റ് ചെയ്താൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ, വീഡിയോസ്, ട്രെൻഡ്സ്, അതേപോലെ ഓഫറുകൾ, കാര്യങ്ങളെല്ലാം നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് അപ്പോൾ അപ്ഡേറ്റഡ് ആവാനുള്ള ഒരു ഫീച്ചറാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് അലേർട്ടിനെ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ 6 ഓപ്ഷനാണ് ഉള്ളത്. ആ ഓപ്ഷനുകളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അതിൽ ഫസ്റ്റത്തെ ഓപ്ഷനാണ് ഹൗ ഓഫ്റ്റൺ എന്നത്. ഇത് തന്നെ നമുക്ക് 3 രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തെ ഓപ്ഷൻ ആസ് ഇറ്റ് ഹാപ്പൻസ് എന്നാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ ആ ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് വൺസ് എ ഡേ, അതായത് ആ ദിവസത്തിൽ സംഭവിച്ചൊരു കാര്യമാണെങ്കിൽ അപ്പോൾ, അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് വൺസ് എ വീക്ക്. അപ്പോൾ ഈ 3 രീതിയിൽ, അതായത് വേണമെങ്കിൽ അപ്പോൾ സംഭവിക്കുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടുന്ന പോലെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ റിസൾട്ട് വരുന്ന പോലെ, അതേപോലെ തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് റിസൾട്ടുകൾ കാര്യങ്ങൾ കിട്ടാവുന്ന രീതിയിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ സോഴ്സാണ്. ഇവിടെ നമുക്ക് നമ്മുടെ അലേർട്ടുകൾ കസ്റ്റമൈസ് ചെയ്യാം. ന്യൂസ്, ബ്ലോഗ്, അല്ലെങ്കിൽ കണ്ടൻറ്റ്, വീഡിയോ, ഓട്ടോമാറ്റിക് ഒക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ഇതിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. തേർഡ് ഓപ്ഷൻ ലാംഗ്വേജ് ആണ്. നിങ്ങൾക്ക് ഇതിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഇത് സെറ്റ് ചെയ്യാം. കുറേ ലാംഗ്വേജസ് ഇവിടെ അവൈലബിൾ ആണ്. ഫോർത്ത് ഓപ്ഷൻ റീജിയൻ ആണ്. നമുക്കിവിടെ ഏത് റീജിയൻ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. നമ്മുടെ റീജിയനോ അല്ലെങ്കിൽ മൊത്തത്തിലെല്ലാം കൂടെ ഉള്ള റീജിയൻ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. എനി റീജിയൻ എന്ന് വേണമെങ്കിൽ ആക്കിയിടാൻ സാധിക്കും. ഫിഫ്ത്ത് ഓപ്ഷൻ ഹൗ മെനി ആണ്. ഇതിൽ നമുക്ക് 2 രീതിയിൽ റിസൾട്ട് സെറ്റ് ചെയ്യാം. ഓൾ റിസൾട്ടും ഉണ്ട്, ബെസ്റ്റ് റിസൾട്ടും ഉണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സിക്സ്ത് ഓപ്ഷൻ ഡെലിവറി ടു ആണ്. ഇതിൽ നമുക്ക് ഏത് ഇമെയിൽ ഐ ഡിയിലേക്കാണ് നമുക്ക് അലേർട്ട് വരേണ്ടതെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യേണ്ടത്. ഈ 6 ഓപ്ഷനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അലേർട്ട് വരിക. ഈ 6 ഓപ്ഷൻ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യുന്നോ അതനുസരിച്ചിട്ടുള്ള അലേർട്ടുകളാണ് നിങ്ങൾക്ക് വരിക. അത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഞാൻ നേരത്തെ ആഡ് ചെയ്ത അലേർട്ടിനെ ബേസ് ചെയ്ത് വല്ല മെയിൽ വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഇൻബോക്സിൽ ഞാൻ നേരത്തെ ആഡ് ചെയ്ത് സ്മാർട്ട് ഫോണിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് അലേർട്ടുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ന്യൂസും ബെസ്റ്റ് ഓഫേഴ്സും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് ഇവിടെ ഗൂഗിൾ അലേർട്സ് എന്ന വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.